നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല പരുതൂരിൽ ക്ഷേത്രാചാര ചടങ്ങിൽ യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. യുവാവിന്റെ ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. പരുതൂർ കുളമുക്കിൽ കുടുംബക്ഷേത്രത്തിലെ ആചാരമായ ആട്ടിനിടയാണ് കുളമുക്ക് സ്വദേശി ഷൈജു ദേഹാസ്വാസ്ഥ്യം മൂലം മരിച്ചത്. സംഭവത്തിൽ മരണകാരണം തേടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ആചാരച്ചടങ്ങിനായി കൊണ്ടുവന്ന കാഞ്ഞിരക്കായ കഴിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യത്തിൽ വ്യക്തത തേടിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. യുവാവിന്റെ ആന്തരികാവയവങ്ങൾ വിദഗ്ധ രാസപരിശോധനയ്ക്കായി കൊച്ചിയിലെ പരിശോധനാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. വ്യാഴാഴ്ച പുലർച്ചെ പരുതൂർ പഞ്ചായത്തിലെ ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം. തലേദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ആട്ട് നടത്തിവരികയായിരുന്നു. ഈ ചടങ്ങിൽ ഷൈജു കോമരമായി പങ്കെടുത്തിരുന്നു. പുലർച്ചെ ആട്ടിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിക്കുന്ന ചടങ്ങും നടന്നതായി പറയപ്പെടുന്നുണ്ട്. ചടങ്ങ് നടന്ന സ്ഥലത്തുനിന്നും പൊട്ടിച്ച നിലയിലുള്ള കാഞ്ഞിരക്കായകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കോമരം തുള്ളുന്നതിന്റെ ഭാഗമായി വാളുപയോഗിച്ച് വെട്ടിയ പാടുകളും ഷൈജുവിന്റെ നെറ്റിയിൽ ഉണ്ടായിരുന്നതായാണ് തൃത്താല പോലീസ് പറയുന്നത്. ചടങ്ങിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. 500-ലേറെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആചാരങ്ങൾ നടത്താറുള്ളത്. വെളിച്ചപ്പാടായി തുള്ളിയ ഷൈജു ആചാരത്തിന്റെ ഭാഗമായി ലഭിച്ച പഴങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നുവെന്നാണ് ഇതുവരെയുള്ള നിഗമനം. വീട്ടിലേക്ക് പോയി കുളിച്ചതിനു ശേഷം അസ്വസ്ഥത തോന്നിയ ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പട്ടാമ്പിയിൽ MDMA-യുമായി 2 പേർ പോലീസ് പിടിയിൽ. പോലീസ് പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. പട്ടാമ്പിയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 പേർ പോലീസ് പിടിയിൽ. പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പെട്രോളിംഗിനിടെയാണ് പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡിലുള്ള കുമ്മങ്കലിന് സമീപത്ത് വെച്ച് 2 പേരെ പിടികൂടിയത്. കുണ്ടൂർക്കര സ്വദേശി ഹാരിസ്, മരുതൂർ സ്വദേശി മുഹമ്മദ് അസ്ലം എന്നിവരെയാണ് 1.14 ഗ്രാം MDMA-യുമായി പിടികൂടിയത്. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പത്മരാജൻ, സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ, സബ് ഇൻസ്പെക്ടർ ശ്രീരാഗ്, ACPO സന്ദീപ്, CPO മിജേഷ്, CPO ബിജുമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവരെ പിടികൂടിയത്. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെയും പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. വാടാനംകുറിശിയിൽ റോഡ് ഉപരോധിച്ചു. പട്ടാമ്പി നിളാശുപത്രി മുതൽ IPT വരെയുള്ള റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, വാടാനംകുറിശി റെയിൽ മേൽപ്പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഓങ്ങല്ലൂർ, വാടാനംകുറിശി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാടാനംകുറിശിയിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. റോഡ് നിർമ്മാണം മൂലം ജനം വലിയ തോതിലാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നിടങ്ങളിൽ പൊടിശല്യവും രൂക്ഷമാണ്. ഇതിനെല്ലാം പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രകടനമായാണ് പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. LDF സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. LDF സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. പട്ടാമ്പി MLA നീതി പാലിക്കുക. പട്ടാമ്പി MLA നീതി പാലിക്കുക. ഗതി മാറും, സമരത്തിന്റെ ഗതി മാറും, സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ ഭാവം മാറും. വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് പരിസരത്തെ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പ്രതിഷേധ സമരം KPCC അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സംസ്ഥാന പാതയാണ്. ദിനേനയോളം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ്. നിരവധി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഈ പാത കഴിഞ്ഞ 2 വർഷക്കാലം വലിയ പ്രയാസകരമായിട്ടുള്ള യാത്രാക്ലേശം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ഇവിടെ നമുക്കറിയാം, സൂചിപ്പിച്ചല്ലോ, ശ്രീമതി ഉമ്മൻചാണ്ടി സാറിനെ ഞാനും നിങ്ങളും ഓർക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ കേവലം 100 ദിവസങ്ങൾക്കുള്ളിൽ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള 100 പാലങ്ങൾ പണിത ജനകീയ മുഖ്യമന്ത്രിയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയുള്ള
ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ദിവസങ്ങൾ മാത്രം മതി ഇത്തരം റോഡ് പണി പുരോഗമിക്കാനും തീർക്കാനും എന്നുള്ളത് ഇവിടെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ജനകീയരായ നേതാക്കന്മാർ, ഭരണാധികാരികൾ ഈ സംസ്ഥാനത്ത് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊടി നിന്ന് ജീവിക്കേണ്ടി വലിയ പ്രയാസകരമായ യാത്ര നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മണ്ഡലം പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, ആസീസ് പട്ടാമ്പി, EP യൂസഫ്, അബൂബക്കർ സിദ്ദീഖ്, CP ബാബു, A ശ്രീനിവാസൻ, ഷാഫി കാരക്കാട്, ഷാഫി മരുദൂർ, CT ആസീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വനമിത്ര പുരസ്കാര നിറവിൽ പട്ടാമ്പി സ്വദേശി മുരളീധരൻ വേളേരിമഠം. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ മാനിച്ചാണ് വനമിത്ര പുരസ്കാരം ലഭിച്ചത്. പ്രകൃതി സംരക്ഷണത്തിനും ജൈവവൈവിധ്യ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ജില്ലാടിസ്ഥാനത്തിൽ വനം വകുപ്പ് വനമിത്ര പുരസ്കാരങ്ങൾ നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ ഇത്തവണ വനമിത്ര പുരസ്കാരത്തിന് പട്ടാമ്പി സ്വദേശി മുരളീധരൻ വേലേരിമഠമാണ് അർഹനായിരിക്കുന്നത്. 25,000 രൂപയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം. കഴിഞ്ഞ ദിവസം വനമന്ത്രി AK ശശീന്ദ്രനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 18 വർഷത്തോളം പ്രവാസിയായിരുന്ന മുരളീധരൻ വേലേരിമഠം 2000-ലാണ് നാട്ടിലെത്തി പരിസ്ഥിതി പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചത്. പരിസ്ഥിതി, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ പട്ടാമ്പിയിൽ നിറസാന്നിധ്യം കൂടിയാണ് മുരളീധരൻ വേലേരിമഠം. പട്ടാമ്പി ടൗണിലും വിവിധ വിദ്യാലയങ്ങളിലുമെല്ലാം പുഷ്പോദ്യാനം വെച്ചുപിടിപ്പിക്കുന്നതിലും മുരളീധരൻ മുൻപന്തിയിലുണ്ട്. പട്ടാമ്പി നഗരസഭാ ഓഫീസ് അങ്കണത്തിലും താലൂക്ക് ആശുപത്രിയുമെല്ലാം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പൂന്തോട്ടം ഒരുക്കി നൽകിയത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തണൽ ഒരുക്കുന്ന ഫലവൃക്ഷങ്ങളും മുരളീധരൻ വെച്ച് പരിപാലിച്ചവയാണ്. തന്റെ വീടിനോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളും മുരളീധരൻ നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ്. നിരവധി വർഷമായിട്ട് പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പരിസ്ഥിതി രംഗത്ത് മാത്രമല്ല, മറ്റേ പൊതു സാമൂഹ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം, അങ്ങനെ പല മേഖലയിലും ആത്മാർത്ഥമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ പരിസ്ഥിതി പ്രവർത്തനത്തിന് ഊന്നൽ കൊടുത്ത് പല സ്ഥലങ്ങളിലും എനിക്ക് വൃക്ഷത്തൈകൾ വയ്ക്കാനും അത് വളർത്തിയെടുക്കാനും തണൽ മരങ്ങളും മറ്റും നട്ടുപിടിപ്പിക്കാനും, പിന്നെ നമുക്ക് വൃത്തിഹീനമായ സ്ഥലങ്ങൾ വൃത്തിയാക്കി അവിടെ സുഗന്ധം വമിക്കുന്ന പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാനും, സ്കൂളുകൾ, മുനിസിപ്പാലിറ്റി സ്റ്റേഡിയം, കവി പോലീസ് സ്റ്റേഷൻ, താലൂക്ക് ഹോസ്പിറ്റല്, അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ അവിടെ ഹരിതാപമാക്കാൻ ഉള്ള ഒരു പ്രയത്നം എൻ്റെ മനസ്സിൽ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാലത്തെ ഈ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു അവാർഡിന് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നൊരു അവാർഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിന് ഞാൻ അപേക്ഷ കൊടുത്തു. അവർ വന്ന് പരിശോധിച്ച്, നേരിൽ വന്ന് കണ്ട് പരിശോധിച്ച് എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് എനിക്ക് ഈ അവാർഡിന് അർഹനായത്. മാജിക് മിഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് മുരളീധരൻ വേലേരിമഠം. ഭാരതപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകൻ, വ്യാപാരി വ്യവസായ സമിതി എക്സിക്യൂട്ടീവ് അംഗം, ജനമൈത്രി പോലീസ് സമിതി അംഗം, അക്ഷരജാലകം, സാംസ്കാരികം എന്നിങ്ങനെ വിവിധ മേഖലകളിലും മുരളീധരൻ വേലേരിമഠം പ്രവർത്തിച്ചു വരുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ പല വൃക്ഷങ്ങളും തന്റെ വീട്ടുവളപ്പിൽ മുരളീധരൻ വേലേരിമഠം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ റംബൂട്ടാൻ, അതേമാതിരി മിറാക്കിൾ ഫ്രൂട്ട്, പിന്നെ ചെറി, സപ്പോട്ട, പിന്നെ പല വിവിധ തരം ചാമ്പയ്ക്ക, പിന്നെ അങ്ങനെ ഒട്ടുമിക്ക ഔഷധ സസ്യങ്ങളുണ്ട്, മറ്റുള്ള മരങ്ങളുണ്ട്, ഒരുപാട് ഔഷധത്തൈകൾ, അലങ്കാര ചെടികൾ, അലങ്കാര മത്സ്യങ്ങൾ, താമര, ആമ്പൽ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒത്തിരി ഉണ്ട്, സർവ്വസുഗന്ധി, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ട്. അവാർഡ് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും മുരളീധരൻ വേലേരിമഠം പ്രതികരിച്ചു. ഗീതയാണ് ഭാര്യ, നിമിത, അമൃത എന്നിവർ മക്കളാണ്. ഫെബ്രുവരി 5, 6 തീയതികളിൽ നടക്കുന്ന കൂറ്റനാട് ദേശോത്സവത്തിന്റെ ഭാഗമായി പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സംയുക്ത ബോധവൽക്കരണ ക്ലാസ് നടന്നു. ദേശോത്സവത്തിൽ അണിനിരക്കുന്ന മുഴുവൻ ഉപകമ്മിറ്റികളെയും വിളിച്ചു ചേർത്താണ് പോലീസ്, ഫോറസ്റ്റ് വകുപ്പുകളുടെ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നത്. കൂറ്റനാട് നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന യോഗം PA അബ്ദുൾ ഹമീദിന്റെ അധ്യക്ഷതയിൽ ഷൊർണൂർ DYSP മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉത്സവാഘോഷങ്ങൾക്കിടയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉപകമ്മിറ്റികൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രവി കുന്നത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഉണ്ണികൃഷ്ണൻ ആനെഴുന്നള്ളിപ്പിലെ നിയമങ്ങളെക്കുറിച്ചും എക്സൈസ് തൃത്താല റേഞ്ച് ഇൻസ്പെക്ടർമാരായ മനോജ്, മഹേഷ് തുടങ്ങിയവർ ലഹരി ഉപയോഗത്തിനെതിരെയും സംസാരിച്ചു. മറ്റൊന്ന് നാസിക് ഡോള്, DJ ഒരു തരത്തിലുള്ള പെർമിഷനും ഇല്ല. ബാക്കി നിങ്ങൾ ദഫും മുട്ട്, കോൽകളി, അതൊക്കെ നമ്മുടെ സാധാരണ നൃത്ത രൂപങ്ങളാണ്. അത് അതിൻ്റെതായ രൂപത്തിൽ നിങ്ങൾക്ക് നടത്താൻ വേണ്ടി പറ്റും. ആ മൂവിംഗ് വാഹനങ്ങളിൽ അത് നിങ്ങൾ മൈക്ക് പെർമിഷൻ എടുത്തില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. മൈക്ക് പെർമിഷൻ നിങ്ങൾ കൊടുക്കുക. സാധാരണഗതിയിൽ മൂവിംഗ് വാഹനം നബിദിനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്.
അപ്പോൾ അത് മൈക്ക് പെർമിഷൻ നിങ്ങൾ എന്തായാലും ഇന്ന് തൊട്ടിട്ട് തന്നെ ഇന്നോ നാളെ തൊട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്തില്ല. അതിൽ മിനിമം സൗണ്ട് ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. അത് ഗാനമേളകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടുന്നതാണ്. പക്ഷെ 10 മണിക്ക് ഓഫ് ആവും, അതിലപ്പുറം പറ്റില്ല. അപ്പോൾ ഒന്ന് റിവ്യൂ ടോമിയുടെ ഡാൻസ് കാണണം, അതുകൂടെ പാടണം പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. അതൊക്കെ നിയമം, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ. കൂറ്റനാട് ദേശോത്സവം മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ എല്ലാവിധ നിയമസഹായങ്ങളും ചെയ്തു നൽകുമെന്ന് ചാലിശ്ശേരി CI കുമാർ യോഗത്തിൽ ഉറപ്പു നൽകി. യോഗത്തിൽ ചാലിശ്ശേരി സബ് ഇൻസ്പെക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ഗഫൂർ ന്യൂ ബസാർ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ നിയമ തടസ്സങ്ങളും കർശന നിർദ്ദേശങ്ങളും പിൻവലിക്കണമെന്നും ആചാര ലംഘനങ്ങളും അശാസ്ത്രീയ ഉത്തരവുകളും ഉത്സവാന്തരീക്ഷത്തിന് കളങ്കമാകുമെന്നും തൃത്താല മേഖലാ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പ് ക്ഷേത്രം ഹാളിൽ മേഖലയിലെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുമെന്നും വിവിധ വകുപ്പ് മേധാവികൾ ക്ലാസ് നയിക്കുമെന്നും ഭാരവാഹികളായ തമ്പി കൊള്ളന്നൂർ, KSK തങ്ങൾ, അജി വലിയറ, CK സുഷി, രവി കുന്നത്ത്, MA ശ്രീനിവാസൻ എന്നിവർ അറിയിച്ചു. പലതരം സ്നേഹികൾ എന്ന് പറഞ്ഞാൽ മൃഗസ്നേഹികൾ, പൂരപ്രേമികൾ എന്ന് തൊട്ട് ഉള്ള ആൾക്കാർ മുടന്ത ന്യായവുമായി കോടതിയിലെത്തുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന പല ആചാര അനുഷ്ഠാനങ്ങൾക്കല്ലാത്ത ഉത്തരവുകളാണ് കോടതി പുറപ്പെടുവിക്കുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഒരു ധർണ പൊതുയോഗമൊക്കെ നടത്തുകയുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ. കഴിഞ്ഞ മാസം നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച 3 മീറ്റർ ദൂരപരിധി, 8 മീറ്റർ ദൂരപരിധി എന്ന് പറഞ്ഞു ജനങ്ങളും ആനയും തമ്മിലുള്ള അകലം. അങ്ങനെയൊക്കെ വന്നാൽ നാട്ടിൻപുറത്തുള്ള പല ഉത്സവങ്ങൾക്കും നടത്താൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. പല ഇടുങ്ങിയ ഗ്രാമങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും 8 മീറ്റർ ദൂരപരിധി എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. റോഡ് തന്നെ 3 മീറ്റർ പരിധിയുള്ളൂ. അതിൽ നിന്ന് സുപ്രീം കോടതി തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം മൃഗസ്നേഹികൾ എന്നുള്ള പേരിൽ പറയുകയാണ്. എവിടെയെങ്കിലും ചെറിയൊരു മതയിളകിയ എന്തെങ്കിലും ഒന്ന് കാട്ടുമ്പോഴേക്കും അത് വീഡിയോ ചിത്രീകരിച്ച് കോടതിക്ക് കൊടുക്കുമ്പോൾ കോടതി അത് തെളിവായി സ്വീകരിക്കുകയാണ്. അതല്ലാതെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പറയുന്ന നിയമാനുസൃതമായിട്ട് തന്നെ ഈ പറഞ്ഞ ദൂരപരിധികൾക്ക് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി എതിരല്ല. മാലിന്യ സംസ്കരണം വീടുകളിൽ നിന്നും ശീലിക്കാൻ കഴിയണമെന്ന് സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ പട്ടാമ്പിയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭയിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദ് പത്മസൂര്യ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓട്ടോത്തിൽ വെച്ചായിരുന്നു പരിപാടി. സിനിമാ താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യ, മാളവിക ശ്രീനാഥ് എന്നിവർ വിശിഷ്ടാതിഥികളായി എത്തി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ വീടുകളിൽ തന്നെ ശീലിക്കണമെന്ന് പട്ടാമ്പി നഗരസഭയുടെ സ്വച്ഛ് അംബാസിഡർ കൂടിയായ ഗോവിന്ദ് പത്മസൂര്യ സൂചിപ്പിച്ചു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംഭവം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണെന്നും ഇത് നമ്മൾ ശീലമാക്കിയാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെന്നും മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്താണ്. അവിടെ കൃത്യമായിട്ട് ഇത് പറഞ്ഞ പോലെ ഈ പച്ച കളറിലും നീല കളറിലും ചുവപ്പ് കളറിലുമുള്ള കൃത്യമായിട്ടുള്ള ബക്കറ്റുകൾ വീട്ടിലുണ്ട്. ഈ ബക്കറ്റിൽ നമ്മൾ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പർ വേസ്റ്റും അതിനനുസരിച്ച് കൃത്യമായി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാലിന്യം നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു നെറ്റ്വർക്കാണ്. ഇതൊരു ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. വീട്ടിലുള്ള നമ്മൾ വിചാരിക്കണം, ഇത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന ശുചിത്വ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വിചാരിക്കണം, അത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾ വിചാരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാഴ്ച വന്നു കഴിഞ്ഞാൽ അത് മൊത്തം തവിടുകൂടിയാവും. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. പക്ഷെ ഈ നെറ്റ്വർക്കിന്റെ തുടക്കം എന്ന് പറയുന്നത് മാലിന്യമുക്ത നാടിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശിഷ്ടാതിഥികൾ കുട്ടികളുമായി സംവദിച്ചു. നമുക്ക് ലോക പ്രകൃതി ദിനം വരുമല്ലോ. ഈ ലോക പ്രകൃതി ദിനത്തിന്റെ അന്നാണ് നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി സേവനവാരം പരിപാടിക്കൊക്കെ പോവുക. അന്ന് ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ സ്കൂളിൻ്റെ ചുറ്റുമുള്ള വേസ്റ്റും ഞാൻ സെൻറ്റ് പോൾസിലാണ് പഠിച്ചത്. അപ്പോൾ ഉമ്മിക്കുന്ന് കിഴായൂർ ഭാഗത്തുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുക, അത് പെറുക്കുക. കൊല്ലത്തിൽ ഒരിക്കലും മാത്രം ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഈ സേവനവാരം എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പം ഈ ഇനീഷ്യേറ്റീവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കൽ
ഒരു വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമല്ല ഇത്. നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ഹരിതസഭ ചേർന്നു. തങ്ങൾക്ക് ചുറ്റും കണ്ട കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ കുട്ടികൾ അവതരിപ്പിച്ചു. നാട് മാലിന്യമുക്തമാക്കി മാറ്റാനുള്ള ആശയങ്ങളും കുട്ടികൾ പങ്കുവച്ചു. മുനിസിപ്പാലിറ്റിയും ഏകഗണമായി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു വരുന്നു. നമ്മുടെ സമൂഹത്തിൽ വിവിധ രീതിയിലുള്ള മാലിന്യ സംസ്കരണ മാർഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പൊതുസ്ഥലങ്ങളിലെ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് ദൃശ്യമാകാറുണ്ട്. രണ്ടാമതായി കുട്ടികൾ കണ്ടെത്തിയത് തോട്ടുങ്ങൽ സിറ്റിയിലെ പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന തോട്ടിൽ മാലിന്യജലം അടഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നതാണ്. സ്വകാര്യ വ്യക്തികൾ മാലിന്യജലം പൈപ്പിലൂടെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. മൂന്നാമതായി ഫോർ ഹൗസ് ഷോപ്പിന്റെ പിന്നിലൂടെയുള്ള റോഡിൽ ക്വാർട്ടേഴ്സിനടുത്തായി ഒരു മാലിന്യ കൂമ്പാരം. കൂറ്റനാട് ശ്രീനാരായണ കോളേജിലെ 1995 മുതൽ 2010 വരെയുള്ള ബാച്ചുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഞായറാഴ്ച കൂറ്റനാട് കണിച്ചിറക്കൽ മാളിൽ ഒത്തുചേരുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് സ്നേഹ കൂടാരം എന്നു പേരിട്ട പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹകൂടാരം എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് കൂട്ടായ്മയ്ക്ക് തുടക്കമായത്. മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയാത്തതുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി 2026 ഫെബ്രുവരി മാസത്തിൽ വിപുലമായ കൂടിച്ചേരൽ നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. AV വിപിൻ, സിദ്ധാർത്ഥൻ, PE മുഹമ്മദ് ഷാജി, പ്രമോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സഹായ പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ അവിടെ പഠിച്ചു പോയിട്ടുള്ള എല്ലാവരും വളരെ ഉയർന്ന രീതിയിലുള്ളവരല്ല, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതായ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവരെ സാമ്പത്തികമായ രീതിയിലും അതേപോലെ തന്നെ അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായ സമയങ്ങളിൽ അവരെ സാമ്പത്തികമായി സഹായിക്കാനായിട്ടുള്ളതായ ഒരാശയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളതിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. 2026 ഫെബ്രുവരി 14 അതാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്നതായ ഒരു സാഹചര്യം പെട്ടെന്നായതുകൊണ്ട് സാധ്യമായിട്ടില്ല. അപ്പോൾ അവരെ നമുക്കിതിരെ ഉൾപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളത് അങ്ങനെ സംഘടിപ്പിക്കാനായിട്ട് ആ ഡേറ്റ് ഇപ്പം തന്നെ പ്രഖ്യാപിക്കുന്നത്. ആയുർവേദ ബാലചികിത്സാ വിദഗ്ധൻ M ഗംഗാധരൻ വൈദ്യരുടെ വിയോഗത്തിൽ കൂറ്റനാട് പ്രസ് ക്ലബ് അനുശോചിച്ചു. 10,000ങ്ങൾക്ക് ചികിത്സാ സാന്ത്വനമേകിയ ഗംഗാധരൻ വൈദ്യരുടെ സ്വവസതിയിലെത്തിയാണ് അനുശോചനം അർപ്പിച്ചത്. പ്രസിഡന്റ് C മൂസ പെരിങ്ങോട്, സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ, ട്രഷറർ രഘു പെരുമണ്ണൂർ, രക്ഷാധികാരി TVM അലി, വൈസ് പ്രസിഡന്റ് KG സണ്ണി, മധു കൂറ്റനാട്, AC ഗീവർ ചാലിശ്ശേരി എന്നിവർ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മക്കാം ഷെരീഫിലെ 3 ദിവസമായി നടക്കുന്ന 24ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. നേർച്ചയുടെ കൊടിയേറ്റം വരവൂർ ഉപ്പാപ്പയുടെ പേരമകൻ അബ്ദുൾ സമൂർ നിർവഹിച്ചു. അസർ നമസ്കാരം ജലാലിയ റാത്തീബ് എന്നിവയ്ക്ക് സയ്യിദ് ഹുസൈൻ സഖാഫി മുടിക്കൽ നേതൃത്വം നൽകി. മഗ്രിബ് നമസ്കാരം, സമൂഹ സിയാറത്ത് എന്നിവയ്ക്ക് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ദിക്ർ ഹൽക്ക കർമ്മങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നെല്ലായയും, ഇശാ നമസ്കാരം, ഖുതുബിയത്ത് കർമ്മങ്ങൾ എന്നിവയ്ക്ക് ഉസ്താദ് സലീം റഷാദി ചിസ്തി സ്വാബിരി കൊല്ലം എന്നിവരും കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ MH മുഹമ്മദ് അലി, ട്രസ്റ്റ് അംഗം ഷൗക്കത്ത് അലി ഓണംപള്ളി, ട്രസ്റ്റ് സെക്രട്ടറി VB ഷെരീഫ്, മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ, നേർച്ച കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ജനുവരി 24, 25, 26 തീയതികളിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന നമ്മുടെ പരിപാടിക്ക് ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടി കൊടിയേറ്റം നടന്നു. ബഹുമാനപ്പെട്ട പാപ്പാൻ്റെ പേരമകൻ അബ്ദുൽ സബൂറിൻ്റെ നേതൃത്വത്തിൽ കൊടിയേറ്റം കഴിഞ്ഞു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒരു 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നമ്മുടെ പരിപാടികൾ. അതിൽ പ്രാർത്ഥനാ സംഗമങ്ങളുണ്ടാകും, ഭക്ഷണം അന്നദാനം ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒഴുകി വരുന്ന സൗഹാർദ്ദത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു മുഖം നമുക്ക് ദൃശ്യമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വരവൂർ എന്നതിൽ കമ്മിറ്റി ഭാരവാഹികളായ ഞങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്കും ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആനക്കര പോട്ടൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ഉച്ചയ്ക്ക് ശേഷം ആന, കുടലിൽ കൃഷ്ണകുമാറിന്റെ പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ദേവസ്വം എഴുന്നള്ളിപ്പ് നടന്നു.
എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിയതോടെ മുല്ലപ്പന്തൽ വേല ആരംഭിച്ചു. തുടർന്ന് നാട്ടുവഴികളെ ധന്യമാക്കി കൊടിവരവുകൾ എത്തി. വൈകിട്ട് മേളം, ദീപാരാധനയ്ക്കു ശേഷം വെടിക്കെട്ട്, തായമ്പക, ഗാനമേള, കനലാട്ടം എന്നിവയോടെ സമാപിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.